Dear students, in the last class you were introduced to Euler's phi function and also we studied about Euler's theorem. Today we will study something more about Euler's phi function. We start with the definition multiplicative function. A number theoretic function f is multiplicative if f of m into n equal to f of m into f of n whenever m and n are relatively prime. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 എന്ന ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ് ചൂസ് ചെയ്യുന്നു, എമ്മും എന്നും. അവ റിലേറ്റീവ്ലി പ്രൈമാണ്, അതായത് അവയ്ക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അതാ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് 1 മാത്രമാണ്. സോ വാട്ട് വിൽ ബി എഫ് ഓഫ് എം ഇൻറ്റു എൻ? എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ എനി ഇൻറ്റിജർ എൻ ആണ്. സോ എം ഇൻറ്റു എൻ ഇസ് അനദർ ഇൻറ്റിജർ. സോ എഫ് ഓഫ് എം എൻ ഓൾസോ ഈക്വൽ ടു 1. And f of m into f of n is actually 1 into 1, so that's also equal to 1. So we have f of mn equal to f of m into f of n. And what about the function g of n equal to n raised to k? Then g of mn equal to m into n whole raised to k. എമ്മും എന്നും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ്റെ അർത്ഥം എം എൻ ഇൻറ്റു എക്സെട്ര എം എൻ കെ ടൈംസ് എന്നാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എം എക്സെട്ര എം കെ ടൈംസ് ഇൻറ്റു എൻ ഇൻറ്റു എക്സെട്ര എൻ കെ ടൈംസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം റേസ് ടു കെ ഇൻറ്റു എൻ റേസ് ടു കെ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എം ഇൻറ്റു ജി ഓഫ് എൻ. So g of n equal to n raised to k is also a multiplicative function. Now let us prove the fundamental theorem for multiplicative functions, which enables us to compute the value of a multiplicative function here for any positive integer. മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നിരുന്നാലും കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനാവും. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ തിയറത്തിലൂടെ നമുക്ക് ലഭിക്കാം. Let f be a multiplicative function and n a positive integer with canonical decomposition n equal to p1 raised to e1 into etc. pk raised to ek. Then f of n equal to f of p1 raised to e1 into f of p2 raised to e2 into etc. f of pk raised to ek. For example, n equal to 12 നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് എൻ വെർ എഫ് ഇസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഫോർമുല എന്താ നമുക്ക് തന്നിട്ടില്ല, ജനറലായിട്ട് പറയുകയാണെന്ന് വിചാരിക്കാം. സോ ഹിയർ എൻ ഈക്വൽ ടു 12 ആയതുകൊണ്ട് 12നെ നമുക്ക് ആദ്യം അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഫോമിൽ എഴുതണം. അതായത് 12നെ നമ്മൾ 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ലഭിക്കും. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ലഭിക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയി മാറും. So 12 can be written as 2 square into 3 raised to 1. So this is a canonical decomposition of 12. And the theorem says that if you want to find f of 12, it is enough to find f of 2 square into f of 3 raised to 1. That is f of 3. So f of a prime raised power ഫോമിലുള്ള ഒരു ഫോമുല നമുക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പം നമുക്ക് f of 12 കണ്ടുപിടിക്കാനാവും. So let's prove the result first. We will prove the result by induction. First we suppose that k equal to 1. K equal to 1 means that in the prime decomposition of the integer there is only one prime involved. അതായത് n-ൻ്റെ canonical decomposition നമ്മൾ എഴുതിയപ്പം ഒരു പ്രൈം പവർ മാത്രമേ വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ n ആയിട്ട് നമ്മൾ 8 ആണ് എഴുതിയെന്ന് വിചാരിക്കാം. 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ k equal to 1 ആണ്, കാരണം ഒരു പ്രൈം 2 എന്ന ഒരു പ്രൈം മാത്രമേ അതിന് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അത്തരത്തിൽ k equal to 1 ആണ് എങ്കിൽ n will be in this form p1 raised to e1. So what will be f of n? It is f of p1 raised to e1. So ആ കേസിൽ തിയറം ട്രിവിയലി ട്രൂ ആണ്. Now we assume that the result is true for any integer with canonical decomposition consisting of k distinct primes. f of n equal to p1 raised to e1 etc. pk raised to ek. ഇത്തരത്തിൽ k പ്രൈംസ് ഇൻവോൾവ് ചെയ്യുന്ന കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉള്ള ഏതൊരു ഇൻറ്റിജർ n എടുത്താലും എഫ് ഓഫ് n എന്ന് പറയുന്നത് എഫ് ഓഫ് p1 റേസ് ടു e1 ഇൻറ്റു എഫ് ഓഫ് p2 റേസ് ടു e2 ഇൻറ്റു എക്സെട്ര എഫ് ഓഫ് pk റേസ് ടു ek. ഇതാണ് നമ്മളുടെ അസംഷൻ. ഇത് ട്രൂ ആണ് എന്ന് വിചാരിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൈം ഡീകമ്പോസിഷനിൽ k+1 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഉണ്ട് എങ്കിൽ അപ്പോഴും റിസൾട്ട് ശരിയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. So let n be any integer with k+1 distinct primes in its canonical decomposition. Say n equal to p1 raised to e1 into p2 raised to e2 into etc. pk raised to ek into pk+1 raised to ek+1. ഇവിടെ k+1 primes ഇവിടെ ഇൻവോൾവ് ആണ്.
ഏത് രണ്ട് പ്രൈംസ് എടുത്താലും അവയുടെ ജി സി ഡി എല്ലായ്പ്പോഴും 1 ആണ്. അതുകൊണ്ട് ജി സി ഡി ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര Pk+1 റേസ് ടു Ek+1 ഈസ് ഓൾസോ ഈക്വൽ ടു 1. ആൻഡ് വി നോ എഫ് ഇസ് മൾട്ടിപ്ലിക്കേറ്റീവ്. തന്നിട്ടുണ്ട് എഫ് എന്ന ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. സോ എഫ് ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര Pk+1 റേസ് ടു Ek+1 ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര എഫ് ഓഫ് Pk റേസ് ടു Ek, here it is Ek here, ഇൻറ്റു എഫ് ഓഫ് Pk+1 റേസ് ടു Ek+1. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് എന്താണോ അത് കെ പ്രൈംസ് വരെ ശരിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ P1 P2 എക്സെട്ര Pk വരെയുള്ള പ്രൈംസിനെ ഒന്നിച്ച് ഒരു പ്രൊഡക്റ്റായിട്ട് കൺസിഡർ ചെയ്തു. രണ്ടാമത്തെ Pk+1 റേസ് ടു Ek+1നെ ഒരു പ്രൈമായിട്ട് കൺസിഡർ ചെയ്തു. സോ ഏത് രണ്ട് പ്രൈം എടുത്താലും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര Pk റേസ് ടു Ek എന്ന പ്രൊഡക്റ്റും Pk+1 റേസ് ടു Ek+1 എന്ന പ്രൈം പവറും എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ ജി സി ഡിയും 1 ആണ്. സോ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫിനെ നമുക്ക് ഇത്തരത്തിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കെ പ്രൈംസ് വരെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് എഫ് ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര എഫ് ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര Pk റേസ് ടു Ek, ഈ പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് P1 റേസ് ടു E1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് Pk റേസ് ടു Ek. കാരണം ഇവിടെ കെ പ്രൈംസേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. സോ നമ്മുടെ അസംഷൻ പ്രകാരം നമുക്ക് ആ റിസൾട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻറ്റു വി ഹാവ് എഫ് ഓഫ് Pk+1 റേസ് ടു Ek+1 ഹിയർ. So what we proved is that f of P1 raised to E1 into etc. Pk+1 raised to Ek+1 എന്നത് f of P1 raised to E1 into etc. into f of Pk+1 raised to Ek+1 ആണ്. അതായത് the result is true if the canonical decomposition of n contains k+1 distinct primes. So by induction hypothesis the result is true for all integers, all positive integers n. So suppose നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എഫ് എന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ 5 ആണെന്ന് വിചാരിക്കാം. സോ വി ഹാഡ് പ്രൂവ് ദാറ്റ് 5 ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. വി വിൽ പ്രൂവ് ഇറ്റ് ലേറ്റർ. 5 ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഫൈ ഓഫ് എന്നും കണ്ടുപിടിക്കാനാവും. ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻ എന്ന ഇൻറ്റിജറിൻ്റെ താഴെ നിൽക്കുന്ന അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയി വരുന്ന എത്ര ഇൻറ്റിജേഴ്സ് എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ഉണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ 5 ഓഫ് 12 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് 1, 3, 5, 7. ഈ 4 ഇൻറ്റിജേഴ്സാണ് 12ഉമായിട്ട് ജി സി ഡി 1 ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സ്, 12ൻ്റെ താഴെ നിൽക്കുന്ന ഇൻറ്റിജേഴ്സ്. സോ ഇത് ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ബൈ ഇൻസ്പെക്ഷൻ വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ n is very large? It is very tedious process to find phi of n. So in such situations, if we use this formula to find phi of n, it will be more easy. പക്ഷേ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഫൈ ഓഫ് P1 റേസ് ടു E1 ഈ ഫോർമുലുള്ള പ്രൈം പവർ തന്നിരുന്നാൽ അതിൻ്റെ ഫൈ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഫൈ ഓഫ് സം P റേസ് ടു E ഫോം തന്നിരുന്നാൽ അതിൻ്റെ ഫോർമുല എന്താണ് എന്ന് നമുക്ക് ആദ്യം അറിയണം. എങ്കിൽ മാത്രമേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈ ഓഫ് n കണ്ടുപിടിക്കാനാവും. സോ ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് റിസൾട്ട്. ലെറ്റ് P be a prime and E be any positive integer. Then phi of P raised to E equal to P raised to E minus P raised to E minus 1. എന്താണ് phi of P raised to E എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P raised to E ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു P raised to E. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P raised to E മൈനസ് number of positive integers less than or equal to P raised to E not relatively prime to it. P raised to Eയുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആകെ P raised to Eക്ക് താഴെ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടോ അതിൽ നിന്ന് P raised to Eയുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. ഇനി P raised to E എന്ന് പറയുന്നത് ഒരു പ്രൈം പവറാണ്. ഈ പ്രൈം പവറുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് P ആണ്. കാരണം Pയുടെയും P raised to Eയുടെയും ജി സി ഡി നോക്കിക്കഴിഞ്ഞാൽ അത് P ലഭിക്കും. ആൻഡ് വാട്ട് അബൌട്ട് P സ്ക്വയർ? P സ്ക്വയറിൻ്റെയും P raised to Eൻ്റെയും ജി സി ഡി നോക്കിക്കഴിഞ്ഞാൽ P സ്ക്വയർ ലഭിക്കും. E എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ. ഓക്കെ, സോ ഇത്തരത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ P raised to Eയുമായി ജി സി ഡി 1 അല്ലാത്ത എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി P, P square, P cube, etc. P raised to
ഇ വരെയുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇത്രയും ഇൻറ്റിജേഴ്സ് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി റൈസ് ടു ഇ ആയിരിക്കുകയും പി റൈസ് ടു ഇയുമായിട്ട് GCD 1 അല്ലാതിരിക്കുകയും ചെയ്യുക. അതായത് പി റൈസ് ടു ഇയുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാതിരിക്കുകയും ചെയ്യുക. ഈ കാണുന്ന ഇൻറ്റിജേഴ്സ് ആണ്. ആകെ എത്ര ഇൻറ്റിജേഴ്സ് ഇതിൽ വന്നു? പി റൈസ് ടു ഇ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം പവർ. ഏതോ ഒരു പ്രൈമിൻ്റെ പവർ ഫോമിലാണ് പി റൈസ് ടു ഇ എന്ന ഇൻറ്റിജർ നിൽക്കുന്നത്. സോ ഈ ഇൻറ്റിജറിൻ്റെ താഴെ നിൽക്കുന്ന അതുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻറ്റിജറുമായി GCD 1 അല്ലാത്ത ഇൻറ്റിജേഴ്സാണ്. 1നേക്കാൾ വലുതായി വരുന്ന ഇൻറ്റിജേഴ്സാണ്. ക്ലിയർലി പി എന്നത് അത്തരത്തിലുള്ള ഒരു ഇൻറ്റിജറാണ്. പി റേസ് ടു ഇൻ്റെ താഴെയുള്ള ഒരു ഇൻറ്റിജറാണ് പി എന്ന് പറയുന്നത്. GCD ഓഫ് പി ആൻഡ് പി റേസ് ടു ഇ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പി എന്നാണ് ലഭിക്കുക. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ പി എന്നത് അത്തരത്തിലുള്ള ഒരു ഇൻറ്റിജറാണ്. ഇതുപോലെയുള്ള മറ്റ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പി ആയിരിക്കും, മറ്റൊന്ന് 2p ആയിരിക്കും. പിയുടെ മൾട്ടിപ്പിൾ, സെക്കൻഡ് മൾട്ടിപ്പിൾ എഗെയിൻ 3p ആയിരിക്കും. ഇവിടെ പിയുടെ മൾട്ടിപ്പിൾസ് എഴുതുന്ന സമയത്ത് 1 × p, 2 × p, 3 × p എക്സെട്ര പി റേസ് ടു ഇ എത്തണമെങ്കിൽ പി റേസ് ടു ഇ -1 × p ചെയ്യേണ്ടി വരും. ഈ കാണുന്ന ഇൻറ്റിജേഴ്സ് ഒന്നും തന്നെ പിയുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് ആണ്. And exactly these are the integers less than or equal to p raised to e and not relatively prime to it. And how many such elements are here? 1, 2, 3 etc. p raised to e -1. So number of positive integers less than or equal to p raised to e and not relatively prime to it is p raised to e -1. And how many positive integers are there less than or equal to p raised to e? It is actually equal to p raised to e. So it becomes p raised to e minus p raised to e -1. So phi of p raised to e equal to p raised to e minus p raised to e -1. The positive integers less than or equal to p raised to e and not relatively prime to it are the various multiples of p, namely p, 2p, 3p etc. p raised to e -1 into p, and they are p raised to e -1 in number. Thus phi of p raised to e equal to p raised to e minus p raised to e -1. For example, നമുക്ക് phi of 2 cube ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. 2 cube ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ 2 raised to 3 - 1 എന്ന ഫോമിൽ ഉപയോഗിച്ചിട്ട് എഴുതിയിരിക്കുന്നത്. p raised to e -1. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 3 - 1 is 2, 2 square is 4. 4 ഇൻറ്റിജേഴ്സ് ആണ് 2 ക്യൂബുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ്. 2 ക്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി 8 ആണ്. 8മായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 ഇവയാണ്. ഇത് ആക്ച്വലി 1 × 2, 2 × 2, 3 × 2, 4 × 2 ഈ ഇൻറ്റിജേഴ്സ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് പി റേസ് ടു ഇ ആണ് ഇൻറ്റിജർ എങ്കിൽ അതുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് 1 × p, 2 × p എക്സെട്ര പി റേസ് ടു ഇ -1 × p. പി റേസ് ടു ഇ -1 എന്ന് പറയുന്നത് ഇവിടെ 2 റേസ് ടു ഇ 3, 2 റേസ് ടു 3 -1 ദാറ്റ് ഈസ് 2 റേസ് ടു 2. അതാണ് 4 ലഭിച്ചിരിക്കുന്നത്. So if you want to find phi of p raised to e, the formula is p raised to e minus p raised to e -1. So using the formula, you can find phi of 8, phi of 81, phi of 15625 etc. Phi of 8 means it is phi of 2 cube. Formula is 2 cube minus 2 square. P raised to e minus p raised to e -1. The answer is 4. Phi of 81 can be written as 3 raised to 4. ഒരു prime power ആണ് വരുന്നത്. So formula is 3 raised to 4 minus 3 cube. Answer is 54. And if you want to find phi of 15625 is 5 raised to 6. So phi of 5 raised to 6 is 5 raised to 6 minus 5 raised to 5. It is 12,500. Okay. So നമ്മൾ ഫോർമുല പ്രകാരം phi of p raised to e equal to p raised to e minus p raised to e -1 ആണ്. ആ എക്സ്പ്രഷനിൽ നിന്ന് p raised to e കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോർമുല ഇത്തരത്തിൽ എഴുതാം. phi of p raised to e p raised to e into 1 minus 1 by p. തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കറക്റ്റ് ആയിട്ട് വരും. p raised to e into 1 is p raised to e. p raised to e into 1 by p is p raised to e -1. So phi of p raised to e can be written as p raised to e into 1 minus 1 by p. Now let us prove a lemma. Let m and n be relatively prime positive integers and are any integer. Then the integers are m plus r, 2m plus r, etc. n minus 1 into m plus r are congruent modulo n to 0, 1, 2, etc. n minus 1 in some order.
എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. പ്രൈം പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. എമ്മും എന്നും പ്രൈമാണ്, അവ റിലേറ്റീവ്ലി പ്രൈമാണ്. ഓക്കെ, അതായത് GCD 1 ആണ്. ഇനി നമ്മൾ R എന്ന മറ്റൊരു ഇൻറ്റിജർ എടുക്കുന്നു. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. സോ വി ടേക്ക് R എനി ഇൻറ്റിജർ. ഫോർ എക്സാമ്പിൾ R ആയിട്ട് ഞാൻ 4 എന്ന ഇൻറ്റിജർ എടുത്തു എന്ന് വിചാരിക്കാം. ദെൻ ഐ കൺസിഡർ ദ നമ്പേഴ്സ് R, ദാറ്റ് ഈസ് 4. ദെൻ M പ്ലസ് R ആണ് അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത്. M ആയിട്ട് ഫോർ എക്സാമ്പിൾ പ്രൈം 2 ആണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കുക. സോ 2 പ്ലസ് R, 2 പ്ലസ് 4 ചെയ്തു. ഓക്കെ, ദെൻ 2M പ്ലസ് R, അതായത് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4 പ്ലസ് 4 ചെയ്യണം, എക്സെട്ര. N-1 ഇൻറ്റു M പ്ലസ് R ആണ് ചെയ്യേണ്ടത്. N ആയിട്ട് ഞാൻ എടുത്ത ഇൻറ്റിജർ പ്രൈം 3 ആണെന്ന് വിചാരിക്കാം. സോ N-1 ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് ലഭിക്കുന്നത്. സോ 2 ഇൻറ്റു 2 എന്ന് ലഭിക്കും, 4 പ്ലസ് R. അതാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ എഴുതി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 ഇൻറ്റിജേഴ്സാണ് ഈ പറഞ്ഞ സീക്വൻസ് പോലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് R, ദെൻ M പ്ലസ് R, ദെൻ 2M പ്ലസ് R. ഈ 2 വന്നിരിക്കുന്നത് N-1 ആണ്. N-1 ഇൻറ്റു M പ്ലസ് R നമ്മൾ എഴുതി. 3 ഇൻറ്റിജേഴ്സ് നമുക്ക് ലഭിച്ചു, 4ഉം 6ഉം 8ഉം. ഈ 3 ഇൻറ്റിജേഴ്സിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്തൊക്കെയായിരിക്കും? 4നെയാണ് N കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ N 3 ആണ്. N കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. സോ 4 ഈസ് കോൺട്രുവൻറ്റ് ടു 1 mod 3 എന്ന് നമുക്ക് എഴുതാം. 6 ഈസ് കോൺട്രുവൻറ്റ് ടു 0 mod 3, അതായത് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ്. സോ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2 ഈ കാണുന്ന ഇൻറ്റിജേഴ്സാണ്. അതായത് 0, 1, 2 എക്സെട്ര N-1 വരെയാണ് ഇത് നിൽക്കുന്നത്. N 3 ആയിരുന്നു, N-1 is 2. ഓക്കെ, സോ നമ്മൾ ചെയ്ത് ശ്രദ്ധിക്കുക, എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് പ്രൈം ഇൻറ്റിജേഴ്സ് എടുത്തു. അതിനുശേഷം നമ്മൾ R എന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്ത ശേഷം R, M പ്ലസ് R, 2M പ്ലസ് R, അങ്ങനെ N-1 ഇൻറ്റു M പ്ലസ് R വരെ ചെയ്താൽ ഈ ലഭിക്കുന്ന ഇൻറ്റിജേഴ്സ് എക്സാക്ട്ലി 0, 1, 2 എക്സെട്ര N-1 എന്ന ഇൻറ്റിജേഴ്സുമായി the integers will be congruent modulo n to 0, 1, 2 എക്സെട്ര N-1 ഇൻ സം ഓർഡർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 4, 6, 8 കിട്ടിയത് 1, 0, 2 ഇവയാണ് റിമൈൻഡേഴ്സ് ലഭിക്കുന്നത്. പക്ഷേ ഓർഡർ വ്യത്യാസമാണെങ്കിലും കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര N-1 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഹിയർ 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 പ്ലസ് R ആണ് ഹിയർ. 1M പ്ലസ് R, 2M പ്ലസ് R എക്സെട്ര N-1 M പ്ലസ് R ആണ്. സോ ഓൾ ടുഗദർ ദർ ആർ N-1 പ്ലസ് 1, 0M പ്ലസ് R കൂടെ ചേർത്ത് കഴിഞ്ഞാൽ N ഇൻറ്റിജേഴ്സിൻ്റെ ഇവിടെ. ഈ N ഇൻറ്റിജേഴ്സിനെ N കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ലഭിക്കാവുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര N-1 വരെയുള്ള ഈ N ഇൻറ്റിജേഴ്സ് ആണ് റിമൈൻഡേഴ്സ് ആയിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഈ ഇൻറ്റിജേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് N കൊണ്ടായതുകൊണ്ട് പോസിറ്റീവ് റിമൈൻഡേഴ്സ് ആർ, ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് ആർ 0, 1, 2 എക്സെട്ര N-1. ഓക്കെ, നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്, എക്സ്ട്രാ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഇവ രണ്ട് ഇൻറ്റിജേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഈ കൂട്ടത്തിലെ രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവ തരുന്ന റിമൈൻഡേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്നുകൂടെ പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ 0, 1, 2 എക്സെട്ര N-1 വരെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഒരു പ്രാവശ്യമെങ്കിലും റിമൈൻഡർ ആയിട്ട് വരികയുള്ളൂ. സോ എക്സാക്ട്ലി 0, 1, 2 എക്സെട്ര N-1 ഈ ഇൻറ്റിജേഴ്സ് എല്ലാം തന്നെ റിമൈൻഡേഴ്സ് ആയിട്ട് വരും. ഇറ്റ്സ് ഇൻ സം ഓർഡർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആകെ പ്രൂവ് ചെയ്യാനുള്ളത് ഈ കൂട്ടത്തിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ലീവ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ്. So it suffices to show that no two elements in the list are congruent modulo n. ഇതിൽ രണ്ട് ഇൻറ്റിജേഴ്സ് സെയിം റിമൈൻഡർ തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രണ്ട് ഇൻറ്റിജേഴ്സ് കോൺട്രുവൻ്റ് ആണ് എന്നാണ്. സോ അങ്ങനെ ആവാൻ പറ്റില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ M പ്ലസ് R കോൺട്രുവൻ്റ് ടു സം K1 mod n ഉം 2M പ്ലസ് R കോൺട്രുവൻ്റ് ടു K1 mod n ഉം ആണെന്ന് വിചാരിക്കുക. രണ്ടും സെയിം റിമൈൻഡർ ആണ് തരുന്നതെങ്കിൽ we have M plus R is congruent to 2M plus R. Since M plus R is congruent to K1 and K1 is congruent to 2M plus R, therefore these two integers are congruent. So നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിമൈൻഡേഴ്സ് കിട്ടുന്നത് ഡിഫറെൻ്റ് ആണ് എന്നാണ്. അതുകൊണ്ട് it is enough to show that two elements in this list are not congruent to each other. Okay, modulo n. So we suppose that two distinct integers in the list are congruent modulo n. That is, some Km plus R is congruent to some Lm plus R. Then we will arrive at a contradiction where this K and L are integers between 0 and n.
So we can add negative r to both sides of this equation and we may write km is congruent to Lm mod n. But GCD of m and n equal to 1. ഒരു കോൺട്രുവൻസിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ GCD ഈ മോഡുലോ ആയിട്ടുള്ള നമ്പറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. GCD 1 ആയിരിക്കണം. ഈ ഇൻഡിജർ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. But in the theorem itself, it is given that m and n are relatively prime positive integers, relatively prime. Therefore, GCD of m and n equal to 1. So we can cancel this m from both sides of this congruence and we have k is congruent to L mod n. But k and L are least residues modulo n. So this implies k equal to L. കെയും എല്ലും എന്നിനേക്കാൾ ചെറിയ ഇൻറ്റീജേഴ്സ് ആണ്. ഇവിടെ ലഭിച്ചിരിക്കുന്നത് k മൈനസ് എൽ ചെയ്താൽ എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ലഭിക്കണമെന്നാണ്. k മൈനസ് എൽ ചെയ്താൽ ഒരിക്കലും എന്നിനേക്കാൾ വലുതോ ആയ ഒരു ഇൻറ്റിജർ നമുക്ക് ലഭിക്കും. സോ ആകെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് k ഈക്വൽ ടു എൽ ആവലാണ്. k ഈക്വൽ ടു എൽ ആയാൽ k മൈനസ് എൽ ബിക്കംസ് 0 ആൻഡ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് n. ഓക്കെ, സോ ഹിയർ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് ഈ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് അവ കോൺട്രുവൻ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. രണ്ടെണ്ണം എടുത്ത് കോൺട്രുവൻ്റ് ആണെങ്കിൽ ആ രണ്ട് ഇൻറ്റിജേഴ്സ് സെയിം ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. k ഈക്വൽ ടു എൽ ആവുക എന്ന് പറഞ്ഞാൽ km പ്ലസ് ആർ ഈക്വൽ ടു Lm പ്ലസ് ആർ ആണ്. ഓക്കെ, സോ ഈ ലിസ്റ്റിൽ നിന്ന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് കോൺട്രുവൻ്റ് മോഡുലോ n. ഇൻ അതർ വേർഡ്സ് ദീസ് ഇൻറ്റിജേഴ്സ് ലീവ് ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ n. And the possible reminders are 0, 1, 2, etc. n minus 1. n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, etc. n minus 1 ആണ്. ഇവിടെ ആകെ നമുക്ക് n ഇൻറ്റിജേഴ്സ് ഉണ്ട്. റിമൈൻഡേഴ്സ് ആയിട്ട് ലഭിക്കാവുന്നതിൻ്റെ എണ്ണവും n തന്നെയാണ്. സോ ദീസ് ഇൻറ്റിജേഴ്സ് ഗിവ്സ് റിമൈൻഡേഴ്സ് 0, 1, 2, etc. n minus 1 in some order. We will use that lemma to prove an important theorem. The theorem says that the function phi is multiplicative. When will we say that a function is multiplicative? Phi multiplicative means that phi of m into n equal to phi of m into phi of n if GCD of m and n equal to 1. So we have to prove this result. So we take two integers m and n, positive integers, such that GCD of m and n equal to 1. We have to show that phi of m n equal to phi of m into phi of n. Phi of m into n means that integers less than or equal to m into n and relatively prime to mn. mnുമായിട്ട് GCD 1 ആയിട്ടുള്ള mnനേക്കാൾ ചെറുതായി എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്നാണ് phi of mn എന്നത് നമുക്ക് ലഭിക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് m into n വരെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചു. എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ 1, 2, 3 etc. m വരെ എഴുതുന്നു. ദെൻ എമ്മിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 2m വരെ സെക്കൻഡ് കോളത്തിൽ, അതായത് m മുതൽ m+1, m+2 എക്സെട്ര 2m വരെ, അതായത് m+m എത്തുമ്പം 2m ആവും, അത് സെക്കൻഡ് കോളമാക്കി എഴുതി. ദെൻ 3m എത്തുമ്പം തേർഡ് കോളം, അങ്ങനെ വന്ന് n ഇൻറ്റു m എത്തുമ്പോഴേക്കും ലാസ്റ്റ് കോളം, ലാസ്റ്റ് എലമെൻറ്റ് n ഇൻറ്റു m വരണമെങ്കിൽ നമ്മളിവിടെ എഴുതുന്നത് എമ്മിൻ്റെ n-1th മൾട്ടിപ്പിൾ ആയിരിക്കും ലാസ്റ്റ് കോളത്തിൽ നമുക്ക് എഴുതേണ്ടി വരിക. n-1 ഇൻറ്റു m+1 എക്സെട്ര n-1 ഇൻറ്റു m+r എന്ന് വരും. ദെൻ അടുത്ത എലമെൻറ്റ് നമ്മളിങ്ങനെ വന്ന് ലാസ്റ്റ് എലമെൻറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് വരാം n-1 ഇൻറ്റു m പ്ലസ് m എന്നായിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു nm മൈനസ് m പ്ലസ് m ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് nm എന്ന് ലഭിക്കും. സോ അത്തരത്തിൽ 1 മുതൽ n ഇൻറ്റു m വരെയുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചു. നമുക്ക് അറിയേണ്ടത് ഇതിൽ ഏതെല്ലാം ഇൻറ്റിജേഴ്സാണ് m ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് എന്നാണ്. എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയതിനാൽ m ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ ആ ഇൻറ്റിജർ എമ്മുമായിട്ടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം, എന്നുമായിട്ടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. So first we take let r be a positive integer less than or equal to m such that rm greater than 1. അതായത് GCD of rm greater than 1. നമ്മളിതെല്ലാം ആർത്ത് റോ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഈ ഇൻറ്റിജേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ലിസ്റ്റിലുള്ള ആർത്ത് റോ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആർത്ത് റോയിൽ ആർ എന്ന് പറഞ്ഞ എലമെൻറ്റ് എമ്മുമായി GCD greater than 1 ആയിട്ടുള്ള ഇൻറ്റിജർ ആണ് എന്ന് വിചാരിക്കാം. നോ, GCD greater than 1 ആവാന്ന് പറഞ്ഞാൽ let some d be the GCD. d equal to GCD of r and m means that d divides r and d divides m. Therefore d divides k into m plus r. d r നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, m നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ d divides any linear combination of r and m. So d divides k m plus r for any integer k.
That is, D is a factor of every element in the rth row. rth റോയിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? എ മൾട്ടിപ്പിൾ ഓഫ് എം പ്ലസ് ആർ ഫോമിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് സം കെ ഇൻറ്റു എം പ്ലസ് ആർ. കെ എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര n-1 വരെ വേരി ചെയ്യുന്നുണ്ട്. സോ കെ എം എ മൾട്ടിപ്പിൾ ഓഫ് എം പ്ലസ് ആർ ഫോമിലാണ് rth റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും നിൽക്കുന്നത്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ജി സി ഡി എന്താണോ that GCD divides all the integers in the list. Therefore, D is a divisor of all these elements. D is a divisor of M also. So, D എന്നത് എമ്മിൻ്റെയും കെ എം പ്ലസ് ആർ ഫോമിലുള്ള ഏതൊരു ഇൻറ്റിജറിൻ്റെയും ഒരു ഡിവൈസറാണ്, ഒരു കോമൺ ഡിവൈസറാണ് ഡി എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അതുകൊണ്ട് തന്നെ എമ്മും കെ എം പ്ലസ് ആർ എന്ന ഫോമിലുള്ള ഇൻറ്റിജേഴ്സുമായിട്ട് ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നർത്ഥം. അതായത് കെ എം പ്ലസ് ആർ ഫോമിലുള്ള ഈ rth റോയിലുള്ള ഇൻറ്റിജേഴ്സ് ഒന്നും തന്നെ എമ്മുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് no element in the rth row is relatively prime to m and hence to m into n if rm greater than 1. GCD of r and m greater than 1. GCD of rm greater than 1 ആണെങ്കിൽ rth റോയിലുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം അല്ല. അതുകൊണ്ട് തന്നെ rth റോയിലുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് എം ഇൻറ്റു എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എലമെൻറ്റ്സിൻ്റെ നമ്പറാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ റിലേറ്റീവ് പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ നമ്പർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവും. സോ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഈ ലിസ്റ്റിൽ rth റോ കൺസിഡർ ചെയ്താൽ ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ റോയിലുള്ള ഒരു എലമെൻറ്റ്സും എൻ ഇൻറ്റു എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ ഈ ലിസ്റ്റിൽ എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആവുക എലമെൻറ്റ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സ് നിൽക്കുന്ന റോസ് എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഈക്വൽ ടു 1 ആയിട്ടുള്ള റോസ് ആയിരിക്കും. rth റോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ ആ റോയിലുള്ള എലമെൻറ്റ്സ് എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആവാനുള്ള സാധ്യതയുള്ളൂ. ആ റോയിൽ തന്നെ എല്ലാ എലമെൻറ്റ്സും റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നില്ല. പക്ഷേ ജി സി ഡി ഓഫ് ആർ എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ റോയിൽ ഒരു എലമെൻറ്റ് പോലും എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആവില്ല. സോ ജി സി ഡി ഓഫ് ആർ എം ഈക്വൽ ടു 1 ആണെങ്കിൽ ആ റോസിൽ മാത്രമേ എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് കുറേ എലമെൻറ്റ്സ് ഇപ്പോൾ കളഞ്ഞു. അതായത് ജി സി ഡി ഓഫ് ആർ എം ഗ്രേറ്റർ ദാൻ 1 ആയി നിൽക്കുന്ന ആർ എന്ന റോസ് മുഴുവൻ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം. ബാക്കിയുള്ള എത്ര റോസ് ഉണ്ടാവും? ബാക്കിയുള്ള റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് സച്ച് ദാറ്റ് ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഈക്വൽ ടു 1. ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഈക്വൽ ടു 1 ആവുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള റോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈ ഓഫ് എം ആയിരിക്കും. എന്താണ് ഫൈ ഓഫ് എം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എമ്മിൻ്റെ താഴെയുള്ള എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള അല്ലെങ്കിൽ എമ്മുമായി ജി സി ഡി 1 ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണമാണ് ഫൈ ഓഫ് എം എന്ന് വിളിക്കുന്നത്. സോ അത്തരത്തിൽ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടോ അത്രയും റോസാണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളൂ എന്നർത്ഥം. സോ ദർ ആർ ഫൈ ഓഫ് എം റോസ് ഇൻ വിച്ച് ദർ ആർ എലമെൻറ്റ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം ഇൻറ്റു എൻ. ഫൈ ഓഫ് എം റോസിലുള്ള എലമെൻറ്റ്സ് മാത്രമേ എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആവാനുള്ള സാധ്യതയുള്ളൂ. So no elements in the rth row is relatively prime to m and hence to m into n if GCD of Rm greater than 1. In other words, the elements in the array relatively prime to m into n come from the rth row only if GCD of Rm equal to 1. By definition, there are phi of m such integers r and hence phi of m such rows. Phi of m റോസിൽ മാത്രമേ എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. സോ നമ്മൾ ആർബിട്രേറ്റ് ഒരു rth റോ എടുത്തു കഴിഞ്ഞാൽ ആ rth റോയിൽ എമ്മുമായി റിലേറ്റീവ്ലി പ്രൈമായുള്ള എലമെൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഈക്വൽ ടു 1 ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ ഫൈ ഓഫ് എം റോസ് ആണുള്ളത് എന്നത് ഓർക്കാം. സോ വി കൺസിഡർ സച്ച് റോസ് ഓൺലി. ഈ കാണുന്ന ലിസ്റ്റിൽ ആർ എന്ന നമ്പർ അതായത് 1 2 3 എക്സെട്ര എം ഇതാണ് ആർ വേരി ചെയ്യുന്ന ലിസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഇതിൽ എമ്മുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള റോസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു റോ ആണ് ഈ ആർ എന്ന് വിചാരിക്കുക. സോ വി കൺസിഡർ ജി സി ഡി ഓഫ് ആർ എം ഈക്വൽ ടു 1. അപ്പോൾ ആ റോയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ആർ എം പ്ലസ് ആർ 2m പ്ലസ് ആർ എക്സെട്ര n-1 m പ്ലസ് ആർ.
ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കാണുന്ന റോയിൽ ചില എലമെൻറ്റ്സ് എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈമാണ്. ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് എം എന്നുമായി റിലേറ്റീവ്ലി പ്രൈമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഈ ലിസ്റ്റിൽ എം എന്നുമായി റിലേറ്റീവ്ലി പ്രൈമായിട്ടുണ്ടാവുക? തൊട്ട് മുമ്പുള്ള ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്തു the integers r, m plus r, etc. n minus 1, m plus r. Leave the remainders 0, 1, 2, etc. n minus 1 in some order or when divided by n, or these integers are congruent modulo n to one of these integers in the list. Their least residues modulo n are a permutation of 0, 1, 2, etc. n minus 1, of which phi of n are relatively prime to n. ഈ 0, 1, 2, etc. n minus 1 എന്ന ഇൻഡിജേഴ്സിൽ എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈ ഓഫ് എൻ ആണ്. അതുകൊണ്ട് ഈ കാണുന്ന ലിസ്റ്റിലും എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈ ഓഫ് എൻ ആയിരിക്കും. കാരണം ഈ ഇൻഡിജേഴ്സ് ഈ കാണുന്ന ഇൻഡിജേഴ്സുമായി കോൺട്രുവൻറ്റ് മോഡുലോ എൻ ആണ്. അതുകൊണ്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിജേഴ്സ് തരുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, etc. n minus 1 തന്നെയാണ് ഇൻ സം ഓർഡർ. സോ എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഈ ലിസ്റ്റിലെ ഇൻഡിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 0, 1, 2, etc. n minus 1 എന്ന ഈ ലിസ്റ്റിലുള്ള എലമെൻസിന് തുല്യമാണ്. ഇനി ഇതിലുള്ള 0, 1, 2, etc. n minus 1 എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈ ഓഫ് എൻ ആണ്. സോ നമ്മൾ പറഞ്ഞത് ഈ കാണുന്ന ഹോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സ് നിൽക്കുന്ന റോസിൻ്റെ എണ്ണം ഫൈ ഓഫ് എം ആണ്. അത്തരത്തിലുള്ള ഒരു റോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ റോയിൽ ഫൈ ഓഫ് എൻ എലമെൻറ്റ്സ്, ഈ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയില്ല. ഈ റോയിലുള്ള ഫൈ ഓഫ് എൻ എലമെൻറ്റ്സ് ആണ് എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുണ്ടാവുക. സോ ഓൾ ടുഗദർ ഈ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുണ്ടാവും? ആദ്യം അത്തരത്തിലുള്ള നമ്പർ ഓഫ് റോസ് എടുക്കണം, അത് ഫൈ ഓഫ് എം ആണ്. ഓരോ റോയിലും ഈ കാണുന്ന ഫൈ ഓഫ് എം റോസിൽ ഓരോ റോയിലും ഫൈ ഓഫ് എൻ എലമെൻറ്റ്സ് ആണ് എം ഇൻറ്റു എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത്. സോ നമ്പർ ഓഫ് സച്ച് എലമെൻറ്റ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം ഇൻറ്റു എൻ. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ ഓഫ് എം എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ. So we can conclude that the function phi is multiplicative. So using that result we can evaluate some functions here. Phi of 221 and phi of 6125. 221 can be written as 13 into 17. Here 13 and 17 are relatively prime. So we can write this as phi of 13 into phi of 17 since phi is multiplicative. Phi of 13 is a prime. So we know phi of any prime p equal to p minus 1. So here we have phi of 13 equal to 12. Phi of 17 equal to 16 since 17 also is a prime. Okay. So this equal to 192. So phi of 221 equal to 192. Similarly, what will be phi of 6125? First of all, we have to factorize 6125. 6125 equal to 5 cube into 7 square. This is the canonical decomposition of 6125. Since phi is multiplicative, we can write it as phi of 5 cube into phi of 7 square. 5 cube ഇന്റെയും 7 സ്ക്വയറിൻ്റെയും GCD എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. 125 49 GCD is 1. So since phi is multiplicative, we can write this as phi of 5 cube into phi of 7 square. And phi of 5 cube equal to 5 cube minus 5 square. We have another formula, phi of p raised to e equal to p raised to e minus p raised to e minus 1. Using that result, we have phi of 5 cube equal to 5 cube minus 5 square, and phi of 7 square is 7 square minus 7 raised to 1. So the result is 4200. In general, let n equal to p1 raised to e1 into p2 raised to e2 into etc. pk raised to ek be the canonical decomposition of a positive integer n. Then phi of n can be found out using this formula, n into 1 minus 1 by p1 into 1 minus 1 by p2 into etc. 1 minus 1 by pk. The result is very simple. N is equal to p1 raised to e1 into etc. into pk raised to ek. And here p1 raised to e1, p2 raised to e2, etc. pk raised to ek are all relatively prime.
So since phi is multiplicative, we can write phi of n as phi of p1 raised to e1 into phi of p2 raised to e2 into etc. phi of pk raised to ek. And phi of p1 raised to e1 is p1 raised to e1 into 1 minus 1 by p1. That is the formula. അതായത് നമുക്ക് ഫോർമുലയിൽ ഉണ്ടായിരുന്നത് p1 raised to e1 minus p1 raised to e1 minus 1 എന്നായിരുന്നു. This is actually phi of p1 raised to e1. And we can write this as p1 raised to e1 into 1 minus 1 by p1. When multiply, we get the same result. p1 raised to e1 into 1 is p1 raised to e1. p1 raised to e1 into 1 by p1. 1 p1 cancels, so we have p1 raised to e1 minus 1. So we can write this as p1 raised to e1 into 1 minus 1 by p1. Similarly, what will be phi of p2 raised to e2? It is p2 raised to e2 into 1 minus 1 by p2, etc. pk raised to ek into 1 minus 1 by pk. And what is p1 raised to e1 into p2 raised to e2 into etc. pk raised to ek? That is actually equal to n. So we have n into 1 minus 1 by p1 into 1 minus 1 by p2 into etc. 1 minus 1 by pk. So this is a very important formula. If n equal to p1 raised to e1 into etc. pk raised to ek is the canonical decomposition of n, then phi of n equal to n into 1 minus 1 by p1 into etc. 1 minus 1 by pk. ഈ ഫോർമുല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ പ്രൈമിൻ്റെ പവറായിട്ട് ലഭിക്കുന്ന ഇൻറ്റിജേഴ്സിന് ഈ ഫോർമുലയിൽ ഒരു പ്രാധാന്യവുമില്ല. നമുക്ക് ആ പ്രൈംസ് ഏതൊക്കെയാണോ അത് മാത്രമേ ഇവിടെ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഫൈ ഓഫ് n കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ ലെറ്റ് us ഫൈൻഡ് phi of 666 ആൻഡ് phi of 1976. ആദ്യം 666ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതുന്നു. ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത്തരത്തിൽ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം. And phi of 666 is equal to 666 into ഈ പ്രൈംസ് മാത്രം ശ്രദ്ധിക്കാം 2, 3, 37. So we have 1 minus 1 by 2 into 1 minus 1 by 3 into 1 minus 1 by 37. Solving, we get the answer as 216. Now 1976 അതുപോലെ നമ്മൾ canonical decomposition എഴുതുന്നു. And phi of 1976 is 1976 into 1 minus 1 by 2 into 1 minus 1 by 13 into 1 minus 1 by 19. ഈ പ്രൈംസിൻ്റെ പവർ ഇവിടെ എവിടെയും നമ്മൾ കാൽക്കുലേഷനിൽ ഉപയോഗിച്ചിട്ടില്ല. And the answer is 864. Finally, we have a property of Euler function here. Suppose n equal to 28 and we consider all the divisors of 28. Divisors of 28 are 1, 2, 4, 7, 14 and 28. There are 6 divisors for 28. ഇനി നമ്മളിവിടെ ഓരോ ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓരോ സെറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് എഴുതി വെച്ചിട്ടുണ്ട്. C1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് GCD ഓഫ് M and N ഈക്വൽ ടു D ആയിട്ടുള്ള എമ്മുകളുടെ കളക്ഷനാണ് C1-ലുള്ളത്. അതായത് GCD ഓഫ് M and N 28 ആണ്, ഈക്വൽ ടു 1 ആയിട്ടുള്ള ഇൻഡിജേഴ്സ് M ഏതെല്ലാമാണോ അതാണ് ഈ കാണുന്ന C1 എന്ന ക്ലാസ്സിലുള്ളത്. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 28മായി റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര ഇൻഡിജേഴ്സ് ഉണ്ട്. ഈ കാണുന്ന ഇൻഡിജേഴ്സ് എല്ലാം തന്നെ 1, 3, 5, 9 എക്സെട്ര 27 ഇതെല്ലാം തന്നെ 28മായിട്ട് GCD 1 ആയിട്ട് വരുന്ന ഇൻഡിജേഴ്സാണ്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ C2-ലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് GCD ഓഫ് M and 28 ഈക്വൽ ടു 2 ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ്. 2ഉം 28ഉം നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 2 ആണ്. 6ഉം 28ഉം നോക്കിയാൽ 2 ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എക്സെട്ര. 26, 28 നോക്കിക്കഴിഞ്ഞാൽ 2 ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഉള്ളത്. മറ്റ് കോമൺ ഫാക്ടേഴ്സ് ഒന്നും 28നും 26നും ഇല്ല. അതുപോലെ നമ്മൾ C4 ആണ് എഴുതുന്നതെങ്കിൽ GCD ഓഫ് M and 28 ഈക്വൽ ടു 4 ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ C7 എന്ന് പറഞ്ഞത് GCD ഓഫ് M and 28 ഈക്വൽ ടു 7 ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എക്സെട്ര. ഈ കാണുന്ന ക്ലാസ്സുകളിലെ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് C1-ലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് GCD ഓഫ് M and 28 ഈക്വൽ ടു 1 ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. സോ ആകെയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ phi ഓഫ് 28 ആയിരിക്കും. കാരണം 28ുമായിട്ട് GCD 1 ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് ഈ ലിസ്റ്റിലുള്ളത്. C2-ലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 28ുമായിട്ട് GCD 2 ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ്. ഇവിടെ C1, C2, C4, C7, C14 ആൻഡ് C28 ഈ കാണുന്ന ക്ലാസ്സുകളുടെ എല്ലാം കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 28 വരെയുള്ള എല്ലാ ഇൻഡിജേഴ്സും ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഹിയർ 1 to 28 വരെയുള്ള മൊത്തം ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇത്തരത്തിൽ ക്ലാസ്സുകളായിട്ട് മാറ്റി എഴുതാം. ഇതിനെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 to 28 വരെയുള്ള എല്ലാ ഇൻഡിജേഴ്സും ലഭിക്കും.
അതിൽ ഓരോന്നിലുള്ള എലമെൻസിൻ്റെ എണ്ണമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. 12, 6, 6, 2, 1, 1 എന്ന് ലഭിച്ചത്. ഹിയർ C1ലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് 12 എന്ന് പറയുന്നത് ആക്ച്വലി 5 ഓഫ് 28 ഈക്വൽ ആണ്. ഇനി C2ലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് 6, ഇറ്റ് ഈസ് 5 ഓഫ് 14. ആൻഡ് C4ലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സും 6 തന്നെയാണ്, ഇറ്റ് ഈസ് 5 ഓഫ് 7, ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 7. ദെൻ ഹിയർ C7ൽ 2 എലമെൻറ്റ്സ് ആണുള്ളത് ആൻഡ് നമ്പർ 2 ഈസ് ആക്ച്വലി ഈക്വൽ ടു 5 ഓഫ് 4. ആൻഡ് C14ൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 1, സോറി ഇറ്റ് ഈസ് 5 ഓഫ് 2. ആൻഡ് C28ലും ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് 1 ഈസ് ആക്ച്വലി ഈക്വൽ ടു 5 ഓഫ് 1. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5 ഓഫ് ഡിക്ക് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. വെർ ഡി ഈസ് എ ഡിവൈസർ ഓഫ് 28. 28ൻ്റെ ഡിവൈസേഴ്സ് 1, 2, 4, 7, 14 ആൻഡ് 28 ആണ് എന്ന് നമ്മൾ ആദ്യമേ ലൊക്കേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ ലഭിച്ചപ്പം ഇതിൽ ഓരോന്നിലുമുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 5 ഓഫ് ഡി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഈ ക്ലാസ്സുകളിൽ ഓരോന്നിലും ഉള്ളത്. ഈ നമ്പറുകളുടെ മൊത്തം എണ്ണം എടുത്തു കഴിഞ്ഞാൽ 28 കിട്ടും എന്ന് നമുക്കറിയാം. ഡി എന്നത് 28ൻ്റെ ഏത് ഡിവൈസറും ആവാം. സോ വി ഹാവ് ദ റിസൾട്ട് 5 ഓഫ് D1 പ്ലസ് 5 ഓഫ് D2 പ്ലസ് എക്സെട്ര പ്ലസ് 5 ഓഫ് സം DK ഈക്വൽ ടു ദ ഇൻറ്റിജർ n, where D1, D2, etc. DK are divisors of n. Nൻ്റെ ഡിവൈസേഴ്സ് എടുത്ത ശേഷം 5 ഓഫ് D1, 5 ഓഫ് D2, etc. 5 ഓഫ് DK കണ്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻറ്റിജർ തന്നെ ലഭിക്കും. ദാറ്റ് റിസൾട്ട് ഇസ് നോൺ ആസ് ഗോസ് തിയറം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കണം. സോ ദിസ് ഇസ് ഗോസ് തിയറം. Let n be a positive integer, then summation d divides n 5 of d equal to n. D divides n 5 of d means that we have to take each of the divisors of n, then we have to find corresponding 5 of d. Finally, we have to take the summation. So, summation d divides n 5 of d equal to n. That is what is known as Gauss theorem. So, this is a homework to you. Compute 5 of n for each n. Using the formula n equal to p1 raised to e1 etc. pk raised to ek implies 5 of n equal to n into 1 minus p1 into etc. 1 minus 1 by pk. For example, suppose we want to find 5 of 561. So first factorize 561. Write the canonical decomposition of 561. Here it is 3 raised to 1 into 11 raised to 1 into 17 raised to 1. By formula 5 of 561 equal to 561 into 1 minus 1 by 3 into 1 minus 1 by 11 into 1 minus 1 by 17. So here 3 into 11 into 17 and actually 561. So it is cancels out. So that's equal to the final answer 5 of 561 equal to 2 into 10 into 16. That is 320. Likewise, try to find 5 of n for the remaining integers.